ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മട്ടൺ സ്റ്റൂ ആണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വെറൈറ്റീസ് ആയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമ്മൾ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയാണ് ഞാൻ സ്റ്റൂവിന് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റൂ വയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്ക് ഒരു 2 സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ചെറിയ ക്യാരറ്റും കൂടി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 2 ഉരുളൻ കിഴങ്ങ്, വലിയ പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. പിന്നെ ഞാനൊരു 4-5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഞാനൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 കതിര് വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം പട്ട, കുറച്ച് കരയാമ്പൂ, അതുപോലെ തന്നെ ഒരു 5-6 ഏലക്ക. അപ്പോൾ ഏലക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം, കൂടുതൽ ഒഴിക്കേണ്ട, 1/2 ഗ്ലാസ് ഒഴിച്ചാലും മതി. കാരണം നമ്മൾ തേങ്ങാപ്പാലിൽ തലപ്പാലും അതുപോലെ തന്നെ 2-ാം പാലൊക്കെ ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. മട്ടൺ ആയതുകൊണ്ട് ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിനി സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബിരിയാണി പോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വേപ്പില, പച്ചമുളകും പിന്നെ ഒരു 2 സവാളയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഞാനിതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ നെയ്യില്ലാത്ത മട്ടണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി നിറനെയ്യ് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇതിൽ നെയ്പാളികളൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിറനെയ്യൊന്നും വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. മട്ടണിൽ തന്നെ ഉള്ള നെയ്യ് തന്നെയാണ് മതിയാവും. സവാളയൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ തന്നെ പൊടിച്ച പൊടിയാണ്. പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നിറയെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരിച്ചെടുക്കേണ്ട, ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും അതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കുക. അതിലേക്ക് തേങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചതിൻ്റെ 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു തേങ്ങയാണ് പിഴിഞ്ഞേക്കണത്. അപ്പോൾ തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് 1 ഗ്ലാസ്.
പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2ാം പാലും അടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടേക്കുന്നതാണ്, എന്നിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി കൂട്ടുക. അപ്പം ഞാൻ അടുത്ത സ്റ്റൗവിൽ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ റൈസിൻസും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് എല്ലായിടത്തും തിളത്തി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മട്ടൺ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.